ഓക്കേ, എല്ലാവർക്കും നമസ്കാരം. സുഖമാണോ? ഇന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇന്ന് ഡിസംബർ 16 ചൊവ്വാഴ്ചയാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നലെ ഇവിടെ ഇല്ലാതിരുന്നതിന് ക്ഷമ ചോദിക്കുന്നു. ഞാൻ മകളുടെ അടുത്തായിരുന്നു, എന്റെ പുതിയ പേരക്കുട്ടിയെ കാണാനും. സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടിയില്ല. ഇന്നും മൈൽസ് ഫോർ സ്മൈൽസിനായി ഡോൺകാസ്റ്ററിലേക്ക് 300 മൈലിലധികം ദൂരമുള്ള വലിയ ഒരു യാത്ര ജെയിനിന്റെ അമ്മയെ കാണാൻ പോയിരുന്നു. അവർ അവിടുത്തെ ഒരു നഴ്സിംഗ് ഹോമിലാണ്, അതുകൊണ്ടാണ് ഇന്ന് വൈകിയത്. ക്ഷമ ചോദിക്കുന്നു. എന്തായാലും ഞാൻ എത്തി, അത് നല്ലൊരു കാര്യമാണ്. 2 കാര്യങ്ങൾ. ഒന്നാമതായി, ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന അതിക്രമങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും ചിന്തകളും അവിടുത്തെ ആളുകളോടൊപ്പമുണ്ട്. ഇന്ന് ലോകത്തിന്റെ എല്ലാ കോണുകളിലും വളരെ ഹീനമായ കാര്യങ്ങൾ ചെയ്യുന്ന തീവ്രവാദികളാക്കപ്പെട്ട ചില ആളുകളുണ്ടെന്ന് ഇത് കാണിക്കുന്നു. തീർച്ചയായും ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഒപ്പം തങ്ങളുടെ ധീരമായ പ്രവൃത്തികളിലൂടെ കൂടുതൽ രക്തച്ചൊരിച്ചിൽ തടഞ്ഞ ധാരാളം ആളുകളുടെ ധൈര്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. കൂടാതെ എനിക്ക് ഇന്ന് ക്രിസ് ജോൺസണുമായി സംസാരിക്കാൻ കഴിഞ്ഞു. അത് വളരെ മികച്ചതായിരുന്നു. അദ്ദേഹം സഹോദരൻ മാർക്കിനൊപ്പമായിരുന്നു. അവർ ഒരുമിച്ച് കുറച്ച് സമയം ചിലവഴിച്ചു. ജോൺസൺ കുടുംബത്തോടും പ്രത്യേകിച്ച് മാർക്കിനും വേഗത്തിലുള്ള രോഗശാന്തിക്കായി ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും ഉണ്ട്. ഇന്ന് നിങ്ങളിരുവരും നല്ല സന്തോഷത്തിലാണെന്ന് കേട്ടതിൽ സന്തോഷം. അതിനാൽ മാർക്കിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. ശരി, ഞാൻ ഇന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത് തികഞ്ഞതാകണമെന്നില്ല എന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഇതേക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം, നിങ്ങൾ എന്തെങ്കിലും തുടങ്ങുമ്പോൾ, അത് സ്വയം പ്രചോദിപ്പിക്കുകയാണെങ്കിലും, ഒരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിലും, ഒരു ആശയം യാഥാർത്ഥ്യമാക്കുകയാണെങ്കിലും, നിങ്ങൾ ഒരുപാട് കാലമായി മാറ്റിവെച്ച എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും, നിങ്ങളുടെ തലയിലുള്ള ചിന്തകളെ പ്രവൃത്തികളാക്കാതിരിക്കുകയാണെങ്കിലും, ആളുകൾ അത് ചെയ്യാതിരിക്കുന്നതിന്റെ അല്ലെങ്കിൽ തുടങ്ങാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം, തുടങ്ങുന്നതിനു മുമ്പ് കാര്യങ്ങൾ ചിട്ടപ്പെടുത്താനും തികഞ്ഞതാക്കാനും അവർ ശ്രമിക്കുന്നു എന്നതാണ്. ധാരാളം ആളുകൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേൾക്കാറുണ്ട്. അതെ, ഞാൻ ഇത് തയ്യാറാക്കാൻ പോകുകയാണ്, എന്നിട്ട് ഞാൻ അത് ചെയ്യും. അല്ലെങ്കിൽ അതെ, ഇത് കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യും. ഇപ്പോൾ നമ്മൾ ക്രിസ്മസിലേക്ക് അടുക്കുന്നതുപോലെ ആളുകൾ ഭക്ഷണക്രമത്തിലാകാതിരിക്കാനും ജിമ്മിൽ പോകാതിരിക്കാനും ആരോഗ്യ പരിപാടികൾ തുടങ്ങാതിരിക്കാനുമുള്ള ഏറ്റവും വലിയ ഒഴികഴിവ് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം എന്നതാണ്. ക്രിസ്മസ് ഒഴിവാക്കി ഞാൻ അപ്പോൾ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇതെല്ലാം വെറും ഒഴികഴിവുകൾ മാത്രമാണ്. നിങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി കാര്യങ്ങൾ തികഞ്ഞതാക്കേണ്ടതില്ല. നിങ്ങൾ തുടങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ശരിയായ മനോഭാവം ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമായിരിക്കുന്നത്. അതിനാൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം തുടങ്ങുക എന്നതാണ്. ഇതാണ് പ്രധാന ബിസിനസ് മനോഭാവം. മഹാനായി തീരാൻ നിങ്ങൾ തുടങ്ങേണ്ടതില്ല, പക്ഷേ മഹാനായി തീരാൻ നിങ്ങൾ തുടങ്ങണം. ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങൾ ഏത് ഘട്ടത്തിൽ തുടങ്ങുന്നു എന്നത് പ്രശ്നമല്ല, പക്ഷേ തുടങ്ങുന്ന ആ നിമിഷമാണ് നിങ്ങളുടെ മഹത്വത്തിലേക്കുള്ള യാത്ര. ഇത് നിഷ്ക്രിയത്വത്തിന് മുകളിൽ പ്രവൃത്തിക്ക് പ്രാധാന്യം നൽകുന്നു, കാരണം പൂർണ്ണത എന്നത് അലംഭാവത്തിലേക്ക് നയിക്കുന്ന ഒരു മിഥ്യാധാരണയാണ്. യഥാർത്ഥ വളർച്ച വരുന്നത് പ്രവർത്തിക്കുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെയും ആവർത്തിച്ച് മെച്ചപ്പെടുത്തുന്നതിലൂടെയും സംരംഭക യാത്രയുടെ സ്വാഭാവിക ഭാഗമായ അപാകങ്ങളെ സ്വീകരിക്കുന്നതിലൂടെയുമാണ്. അതെ, ഞാൻ ഇത് ആദ്യം ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അലംഭാവം കാണിക്കുന്നതിന് പകരം തുടങ്ങാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ട് പ്രധാനമാകുന്നു എന്നതിലേക്ക് ഇത് തിരികെ പോകുന്നു. എന്റെ വെബ് പേജ് പൂർത്തിയായാൽ ഉടൻ, ഒരു പേര് കണ്ടെത്തിയാൽ ഉടൻ, എന്റെ ഫേസ്ബുക്ക് പേജ് സജ്ജീകരിച്ചാൽ ഉടൻ, ഇതെല്ലാം സത്യത്തിൽ വെറും ഒഴികഴിവുകളാണ്. തുടങ്ങുന്നതിനു പകരം നിങ്ങൾ എന്തെങ്കിലും മാറ്റിവയ്ക്കുന്നതിനുള്ള വഴികളാണിവ. അത് നിങ്ങൾ ആകാംക്ഷയുള്ളവരായതുകൊണ്ടാകാം, അല്ലെങ്കിൽ അനിശ്ചിതത്വമുള്ളവരായതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഭയമുള്ളവരായതുകൊണ്ടാകാം. ഇതെല്ലാം ആളുകൾ എന്തെങ്കിലും തുടങ്ങാതിരിക്കാനുള്ള കാരണങ്ങളാണ്. തുടങ്ങുന്നതിനു മുമ്പ് അത് തികഞ്ഞതാകാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതിനാൽ ഒരു തികഞ്ഞ നിമിഷത്തിനോ പദ്ധതിക്കോ വൈദഗ്ധ്യത്തിനോ വേണ്ടി കാത്തിരിക്കുന്നത് പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു. അതേസമയം ചെറിയ സ്ഥിരമായ ചുവടുകൾ എടുക്കുന്നത് മുന്നേറ്റം, ആത്മവിശ്വാസം, യഥാർത്ഥ ലോക അനുഭവങ്ങൾ എന്നിവ വളർത്തുന്നു. അതിനാൽ നിങ്ങൾ പുറത്തുവന്ന് കുറച്ച് തവണ ഇടറുന്നതും തട്ടപ്പെടുന്നതും മറ്റെല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതും വളരെ പ്രധാനമാണ്. പക്ഷേ ഓരോ തവണയും ഊഹിക്കാമോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ കുറച്ചുകൂടി പഠിക്കുന്നു. അറിയാത്ത ഒരിടത്തുനിന്നല്ല നിങ്ങൾ പിന്നീട് തുടങ്ങുന്നത്. നിങ്ങൾ തുടങ്ങുന്നത് ഇനി ഞാനത് ചെയ്യില്ല കാരണം അത് ഫലം കണ്ടില്ല എന്ന ഒരു അറിവിൽ നിന്നാണ്. അതിനാൽ ഞാൻ അതിനെ മറികടന്ന് മറ്റെന്തെങ്കിലും പരീക്ഷിക്കാൻ പോകുന്നു. ഈ ഇടറലുകൾ എല്ലാം ഞാൻ അവയെ പരാജയങ്ങൾ എന്ന് വിളിക്കുന്നില്ല. വീണ്ടും സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ സ്വന്തം ബിസിനസ് മാതൃകയിലും നമ്മുടെ സ്വന്തം വലയങ്ങളിലും നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പാഠങ്ങൾ പഠിച്ചു. അനിവാര്യമായും ആ തെറ്റുകൾ ഇനി ആവർത്തിക്കപ്പെടില്ല.
അപ്പോൾ എന്തുകൊണ്ടാണ് അപൂർണമായി തുടങ്ങുന്നത് ഫലപ്രദമാകുന്നത്? പൂർണ്ണതയേക്കാൾ പുരോഗതിയാണ് പ്രധാനം. കുറ്റമറ്റതിനേക്കാൾ മതിയായ നല്ലതും ചെയ്തു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം പുരോഗതി മുന്നേറ്റം വളർത്തുന്നു. നിങ്ങൾ തീർച്ചയായും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യമാണിത്. ഓക്കെ, അത് മതിയായ നല്ലതും അത് ചെയ്തുമാണെങ്കിൽ അത് പുറത്തു വിടണം. നിങ്ങൾക്ക് കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. ഏത് ബിസിനസ്സിനും, ഞാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഏത് ബിസിനസ്സിനും തുടങ്ങേണ്ടതുണ്ട്. ജെയിനിനൊപ്പം ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് പ്രവേശിക്കാൻ വേണ്ടി ഞങ്ങൾ വാതിൽ തുറക്കുമ്പോൾ ഞങ്ങൾ അവസാനത്തെ പെയിന്റ് അടിച്ചു തീർക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അത് തികഞ്ഞതായിരുന്നില്ല, പക്ഷേ ഞങ്ങൾ തുറന്നു. ഊഹിക്കാമോ? നിങ്ങൾക്ക് മിനുക്കുപണികൾ വീണ്ടും ചെയ്യാം. പൂർണ്ണത വരുത്തേണ്ട കാര്യങ്ങൾ പിന്നീട് ഒരു തീയതിയിൽ വീണ്ടും ചെയ്യാം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം തുടങ്ങുക എന്നതാണ്. അതിനാൽ ചെയ്യുന്നതിലൂടെ പഠിക്കുക. തെറ്റുകൾ പാഠങ്ങളായി മാറുന്നു, പരാജയങ്ങളല്ല. ഇത് നിങ്ങൾക്ക് അനുഭവം നേടാനും നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത് പോലെയാണിത്. നടക്കാൻ പഠിക്കാൻ ഒരു കുഞ്ഞ് എന്താണ് ചെയ്യേണ്ടത്? ഒരുപാട് തവണ വീഴുന്നു, മുട്ടുകൾ ഉരസുന്നു, കരയുന്നു, നിരാശനാകുന്നു. നടക്കാൻ പഠിക്കുന്നതിലെല്ലാം ഇത് സ്വാഭാവികമായ പുരോഗതിയാണ്. എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും ബിസിനസ്സിൽ ഉണ്ടാകുന്ന അതേ സ്വാഭാവികമായ പുരോഗതിയാണിത്. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എടുക്കുന്ന ഓരോ ചുവടിലും നിങ്ങൾ തുടങ്ങാതിരുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ പഠിച്ചിട്ടുണ്ട് എന്നതാണ്. ഭയത്തെ മറികടക്കുക. പൂർണ്ണതാവാദം പരാജയഭയത്തിന് ഇന്ധനം നൽകുന്നു. അപൂർണമായിട്ടാണെങ്കിലും തുടങ്ങുന്നത് ആ ചക്രത്തെ തകർക്കുകയും ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യുന്നു. ഇത് തീർച്ചയായും ചെയ്യേണ്ട ഒന്നാണ്. വിജയം നേടുന്നതിനുള്ള പോരാട്ടത്തിലെ പകുതിയും തുടങ്ങുക എന്നതാണ്. നിങ്ങളുടെ ആലങ്കാരികമായ കാൽവെപ്പ് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിനുള്ള ആ ആദ്യ ചുവട് നിങ്ങൾ എപ്പോഴെങ്കിലും എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുവടാണ്. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ തുടങ്ങാൻ ബോധപൂർവമായ ആ തീരുമാനം എടുത്തു. ആ നിമിഷം മുതൽ എല്ലാം കെട്ടിപ്പടുക്കുന്നു. അവിടെ ഇരുന്ന് അലംഭാവം കാണിച്ച് കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നോക്കിയിരിക്കുന്നതിന് പകരം നിങ്ങൾ പ്രവൃത്തി എടുക്കുകയാണ്. പ്രവൃത്തി ഫലങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ആ പ്രവൃത്തി എടുക്കുന്നത് വളരെ പ്രധാനമായിരിക്കുന്നത്. നിങ്ങൾ ആ ചക്രത്തെ തകർക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നിങ്ങൾ നേടാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ പദ്ധതിയിലേക്കും ലക്ഷ്യത്തിലേക്കും അത് ഉപയോഗിക്കുക. അതിനാൽ നിങ്ങൾ ചെറുതായി തുടങ്ങുന്നതിനെ സ്വീകരിക്കണം. ഈ ചെറിയ ചുവടുകൾ എടുക്കുന്നതിനെക്കുറിച്ച് ലജ്ജിക്കേണ്ട കാര്യമില്ല. അത് കേണൽ ഡാനിയൽ ലീയാണ്. നിങ്ങളുടെ സൂപ്പർ സ്റ്റിക്കറിന് വളരെ നന്ദി സർ. താങ്കൾ വളരെ ദയുള്ളവനാണ്. ഈ ചെറിയ ചുവടുകൾ നിങ്ങൾ സ്വീകരിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇന്ന് നിങ്ങളെയും നിങ്ങളുടെ ബിസിനസ്സിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ചെറിയ കാര്യം ചെയ്യുക. അത് നിങ്ങളുടെ ബിസിനസ് പ്ലാനിനായി ഒരൊറ്റ വാചകം എഴുതുന്നത്ര ചെറുതാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെക്കുറിച്ച് ഒരാളെ വിളിക്കുന്നത്ര ചെറുതാകാം. അതൊരു ചെറിയ ചുവടാണ്. അത് നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ മാറ്റമുണ്ടാക്കുമോ? ഇല്ല, പക്ഷേ നിങ്ങളുടെ ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിലേക്ക് ഒരു നല്ല മുന്നോട്ടുള്ള ദിശയിലുള്ള ഒരു ചുവടാണ് അത്. ആ ചെറിയ ചുവടുകൾക്കുള്ളിൽ നിങ്ങൾ യാഥാർത്ഥ്യബോധമുള്ള ലക്ഷ്യങ്ങൾ വെക്കുകയും വേണം. നമ്മൾ പറഞ്ഞതുപോലെ കുറ്റമറ്റതിനേക്കാൾ മതിയായ നല്ലതിനായി ലക്ഷ്യമിടുക. വലിയ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ പ്രചോദനം വളർത്താൻ ആ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. അവസാനമായി ആവർത്തിച്ച് മെച്ചപ്പെടുത്തുക. നിങ്ങൾ വലിയ എന്തെങ്കിലും പുറത്തിറക്കേണ്ടതില്ല. നിങ്ങൾക്ക് അവിടെ ഏറ്റവും മികച്ചത് ഉണ്ടായിരിക്കേണ്ടതില്ല. നിങ്ങൾ ഒരു മിനിമം വയബിൾ പ്രോഡക്റ്റ് അഥവാ MVP-ക്കായി ലക്ഷ്യമിടണം. ഓക്കെ, ചെറുതും കുറഞ്ഞ വിലയിൽ ആളുകൾക്ക് ആവശ്യമുള്ളതോ അല്ലെങ്കിൽ ഒരു സേവനമോ ആയ എന്തെങ്കിലും. അതിനെക്കുറിച്ച് പ്രതികരണം നേടുക. കാലക്രമേണ അത് മെച്ചപ്പെടുത്തുക. ഇതെല്ലാം ഒരു ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിൽ നിങ്ങൾ വഴി കണ്ടെത്തുന്നതിന്റെ ഭാഗമാണ്. ഇത് ഒരു പോർഷെ വിൽക്കുകയോ ഒരു ഫെരാരി വിൽക്കുകയോ ധാരാളം പണം സമ്പാദിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ചല്ല. ഇത് ഒരു കളിപ്പാട്ട കാർ വിൽക്കുന്നത് പോലെയാണ്. ആ മാറ്റം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ നിങ്ങൾ തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടങ്ങുക എന്നതാണ് എന്ന മനോഭാവം ഉണ്ടായിരിക്കുക. ഞാൻ ചെറുതായി തുടങ്ങാൻ പോകുന്നു, എന്നിട്ട് അവിടെ നിന്ന് വളരാൻ പോകുന്നു. ഈ സമയത്ത് നമ്മൾ ആളുകളെ സഹായിക്കുന്ന ഒരു കളിയിലാണ്. അത് നിങ്ങളുടെ ബിസിനസ്സിലേക്കുള്ള ഒരു തുടക്കമാണ്. മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ എത്രത്തോളം സഹായം നൽകുന്നുവോ അത്രത്തോളം നിങ്ങൾ വിജയിക്കും. ഓർക്കുക, ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ സമുദ്രത്തിലെ ഒരു ചെറിയ തുള്ളിയാണ്. ഒരു മഴ എന്ന നിലയിൽ നിങ്ങൾ അല്പം ശ്രദ്ധ നേടും. പക്ഷേ ഒരു കൊടുങ്കാറ്റ് എന്ന നിലയിൽ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരു സ്വാധീനം ചെലുത്തും. ആ കൊടുങ്കാറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളെ നിങ്ങളുടെ ചുറ്റും ഉണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും സുഹൃത്തുക്കളെ, ഇന്ന് എന്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ എനിക്ക് ജെയിനിനൊപ്പം ജോലിയുണ്ട്. ചർച്ച ചെയ്യാൻ മറ്റൊരു വിഷയം ഞാൻ കണ്ടെത്തും. എന്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. തൽക്കാലം വിട.